ഹായ്, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഞാൻ നിഷ രാജൻ, ആൽമണ്ട്രയുടെ ഫൗണ്ടറാണ്. ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഡൗട്ട്, അതായത് എല്ലാ ബ്രൈഡ്സിനും ഉള്ള ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ്. എല്ലാവരും എൻ്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കും, 2-3 മാസം മുമ്പ് മുതൽ അല്ലെങ്കിൽ 6 മാസം മുമ്പ് മുതൽ ഫിക്സ് ആയ വെഡിങ്ങും എല്ലാം എന്തെങ്കിലും അവർക്ക് ലാസ്റ്റ് മൊമെന്റിലേക്കാണ് എല്ലാവരും ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. എന്തിനാണ് അറിയുന്നത്, ഇത് നേരത്തെ ചെയ്യാമായിരുന്നു എന്ന്. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ വന്നത്. 2 ടൈപ്പ് വെഡിങ് ഉണ്ട്. ഒന്ന് പെട്ടെന്ന് ഫിക്സ് ആവുന്ന വെഡിങ്ങും, ഒന്ന് 6 മാസം, 1 വർഷം, അല്ലെങ്കിൽ 4 മാസം, 3 മാസം, അങ്ങനെ ഒരു ഡ്യൂറേഷൻ ഉള്ള വെഡിങ് ഉണ്ട്. അപ്പോൾ ഈ പെട്ടെന്ന് വരുന്ന വെഡിങ്ങിന് വേണ്ടിയിട്ടൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ വീഡിയോ ഒരുപാട് ഉപകാരമായി എന്നാണ് പറയുന്നത്. അപ്പം എന്നെ വിളിച്ചിട്ട് അവർ നമ്മൾ മുമ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ നാട്ടിലുള്ളവർക്ക് ഈ ഒരു 6 മാസം മുമ്പ് മുതൽ വെഡിങ് ഫിക്സ് ആയവർക്ക് വേണ്ടിയിട്ട് ഉള്ള വീഡിയോയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ ഇത്ര സമയമുണ്ടല്ലോ, 6 മാസം ഉണ്ടല്ലോ അല്ലെങ്കിൽ 4 മാസം ഉണ്ടല്ലോ എന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ സ്കിന്ന്, ഹെയർ, അതുപോലെ ഡ്രസ്സ് എടുക്കല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡ്രസ്സൊക്കെ നേരത്തെ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മിനിമം ആ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെക്കണം. അതിന്റെ അക്കോർഡിംഗ് നമ്മൾ സ്കിന്നിന് മാച്ച് ആവുന്ന രീതിയിലുള്ള മേക്കപ്പും ഹെയർ സ്റ്റൈലും എല്ലാം നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഡ്രസ്സ് ചൂസ് ചെയ്യണം. അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് സമയത്തേക്ക് വെക്കും. അവസാനം ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒന്ന് ചെയ്യാമെന്നുള്ളൊരു ഇതിലേക്ക് വരേണ്ട അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അതിലും നല്ലത് നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഡ്രസ്സിന്റെ കാര്യം, സ്കിന്നിന്റെ കാര്യം, ഇപ്പൊ പിമ്പിൾസ്, ആക്നെ, മാർക്സുകൾ, അല്ലെങ്കിൽ ടാന്, പിന്നെ എക്സ്ട്രീം ഡ്രൈനെസ്, അതൊക്കെ സ്കിന്നിന്റെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ അത് നമ്മൾ വെഡിങ്ങിന് മുമ്പ് തന്നെ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തേക്ക് വരുമ്പോൾ മേക്കപ്പിന്റെ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്കിന്നെല്ലാം നല്ല ഗ്ലോ ആയി നാച്ചുറലി തന്നെ ഗ്ലോ ആക്കി എടുത്തിട്ട് വരാൻ പറ്റും. റെഗുലർ ആയിട്ടുള്ള SPF യൂസ് ചെയ്യല്, അതുപോലെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യല്, ഹെയറിന്റെ ആണെങ്കിലും നല്ല കണ്ടീഷനിങ് ആക്കി പ്രോട്ടീൻ ഒക്കെ കൊടുത്ത് നന്നായിട്ട് ഓരോ മാസങ്ങളിലും അങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കും അവസാനം തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരു ഗ്ലോ എല്ലാം ഉണ്ടായി വരും. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അവര് എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ഡ്രസ്സിന്റെ കാര്യങ്ങളും ഓർണമെന്റ്സിന്റെ കാര്യങ്ങളും എല്ലാം അവർക്ക് നിങ്ങളുടെ മേക്കപ്പിന് അക്കോർഡിംഗ് അവരുടെ സ്കിന്നിന്റെ അക്കോർഡിംഗ് എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് ചെന്ന് ഈ ഒരു 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 1 മാസം മുമ്പൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് ചെല്ലാൻ നേരത്ത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണ്, നിങ്ങൾക്ക് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടാകും, അപ്പൊ അതൊന്നും നമുക്ക് ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നേരത്തെ തന്നെ ടൈമുള്ളവർ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് അവരായിട്ട് ഡിസ്കസ് ചെയ്ത് എല്ലാം മാച്ച് ആവുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ സ്കിന്നിന്റെ ആണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ ഫേസിൽ വാക്സ് ചെയ്യും, ചിലർക്ക് ഫേഷ്യൽ ഹെയർസ് ഒത്തിരി ഉണ്ടാവും. അപ്പൊ അത് വാക്സ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ നേരത്ത് ഓരോ സ്കിന്നിന്റെ ടൈപ്പാണ്. ചിലപ്പോൾ സ്കിന്ന് പീലാകാം, ചിലപ്പോൾ റാഷസ് ഉണ്ടാവാം, ചിലപ്പോ കുരുക്കൾ ഉണ്ടായിട്ട് പിമ്പിളായിട്ട് മാറാം. അങ്ങനെ പല പല പ്രശ്നങ്ങളും ഈ ഫേസിൽ ഉള്ള ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവാവുന്നതാണ്. അപ്പൊ അതെല്ലാം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ക്ലിയർ ചെയ്യുക. അതായത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് ട്രയൽ ചെയ്ത് അത് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെഡിങ്ങിന്റെ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ആയി കൂളായിട്ട് എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ തന്നെ നിങ്ങളുടെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ടാന് റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ പിമ്പിൾസിന്റെ മാർക്കുകൾ റിമൂവ് ചെയ്യുക, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സുകൾ ഒരു 3 months മുമ്പ്, മിനിമം 3 months മുമ്പ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. എന്നാലാണ് നമുക്കത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഹെയറിന്റെ ആണെങ്കിലും ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉണ്ടാവാം, ഫ്രിസി ആയിട്ടുള്ളത് ഉണ്ടാവാം. അപ്പൊ ആ സമയത്തേക്ക് എന്തെല്ലാം വേണ്ടേ, അതൊക്കെ നമുക്ക് ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് അവർക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം വളരെ അത്യാവശ്യമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ റെഗുലർ ആയിട്ടുള്ള മോയ്സ്ചറിങ് ആപ്ലിക്കേഷൻ, SPF ആപ്ലിക്കേഷൻ, അതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും നല്ലൊരു ഗ്ലോ സ്കിന്നിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഓരോ പോയിന്റ്സുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഓരോന്നിന്റെയും വിശദമായിട്ടുള്ള, അതായത് സ്കിന്നിന്റെ ഹെയറിന്റെ എല്ലാം വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ സ്കിന്നിന്റെ കെയർ അതെങ്ങനെയാണ്, നമ്മൾ വെഡിങ്ങിന് മുമ്പുള്ള സ്കിൻ കെയർ, അതിനെ പറ്റിയിട്ടൊരു വിശദമായ വീഡിയോ ഉണ്ടാവും. അത് നിങ്ങൾക്ക് കാണാം. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.